കോഴിക്കോട് രാമനാട്ടുകരയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിലായി. മുഖ്യപ്രതിയുടെ സുഹൃത്താണ് പിടിയിലായതെന്നാണ് ഇപ്പോൾ സൂചന. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മദ്യം നൽകിയെന്നാണ് മൊഴി. നിഖിൽ പ്രമേഷ് കോഴിക്കോട് വിവരങ്ങൾ നൽകുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. പറയും നിഖിൽ അല്പസമയത്തിന് നമുക്ക് ചേരും. കോഴിക്കോട് രാമനാട്ടുകരയിലാണ് ഈ സംഭവം നടന്നത്. നിഖിൽ, പറയൂ. ഇന്നലെ 24 ആണ് ഈ രാമനാട്ടുകരയിലെ അതിഥി തൊഴിലാളികളായിട്ടുള്ള ദമ്പതികളുടെ 17-കാരിയായിട്ടുള്ള മകൾക്ക് സംഭവിച്ച ദാരുണ സംഭവം പുറത്തു കൊണ്ടുവന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ കസ്റ്റഡിയിലായി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് മുഖ്യപ്രതിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഫറൂഖ് പോലീസ് നൽകുന്നത്. അതേസമയം ഈ പെൺകുട്ടിയെ ഈ കടയ്ക്ക് മുന്നിൽ നിന്ന് അവർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി കുട്ടിക്ക് പരിചയമില്ലാത്തൊരിടത്ത് പാർപ്പിച്ച ശേഷം ഈ കുട്ടിയെ മദ്യം നൽകിയ ശേഷമാണ് ഈ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതെന്നുള്ള ദുരുപയോഗം ചെയ്തതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പെൺകുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പെൺകുട്ടിയുടെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യുവാവും മദ്യപിച്ചിരുന്നു. ഇതിനുശേഷം ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആ കുട്ടിയുടെ കയ്യിലൊക്കെ നല്ല പാടുകൾ, അതായത് മുറിവേറ്റതിന്റെ പാടുകൾ കാണാൻ കഴിയുമായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം, അതായത് 20-ന് ഉച്ചയോടുകൂടി ഈ പെൺകുട്ടിയുടെ വീടിനോട് ചേർന്ന ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് ഈ കുട്ടിയെ ഇറക്കി വിടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ് അരങ്ങേറിയിട്ടുള്ളത്. അതായത് ഒരു പെൺകുട്ടിയെ പ്രേമം നടിച്ച് ഒപ്പം കൂട്ടിക്കൊണ്ടു പോവുക, ഒപ്പം സുഹൃത്തുക്കളെയും കൂടെ ചേർക്കുക, അവിടെ വെച്ചവർ ഈ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കുക, മദ്യം നൽകുക, അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇറക്കി വിടുക. എന്തായാലും ഫറൂഖ് പോലീസ് ഈ വിഷയത്തെ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. പ്രതിയെ, അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള പ്രതിയെ ഇതിനോടകം തന്നെ ലൊക്കേറ്റ് ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടും. കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുണ്ടാകും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ പെൺകുട്ടി ഇപ്പോൾ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. സ്കെയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.